LSTD-യുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. നമ്മൾ 1-2 വർഷം കാത്തിരുന്ന ഒരു എക്സാം ആണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി നമ്മൾ ഈ വർഷങ്ങളിലെല്ലാം എഫേർട്ട് എടുത്താണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. സോ ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ LSTD-AE എന്ന സ്വപ്ന ജോലിയിലേക്ക് ഉള്ള നിങ്ങളുടെ ജേർണി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ട്. അതെന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? അതെ, LSTD-യുടെ ഇന്റർവ്യൂ തന്നെയാണ്. സോ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ റിട്ടൺ എക്സാമും അതുപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ മാർക്കും ടോട്ടലി ആഡ് ചെയ്തിട്ടാണ് ഫൈനലി റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ഇന്റർവ്യൂവിന് ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പോസിറ്റ് നിൽക്കുന്ന കാൻഡിഡേറ്റിന് ഒരു മാർക്ക് കൂടുതലായാൽ തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ അവർ താഴെ ആയിപ്പോകും. അപ്പോൾ ഈ ഇന്റർവ്യൂവിന്റെ മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്റർവ്യൂവിന് പ്രോപ്പർ പ്രിപ്പറേഷൻ നടത്തി വേണം പോകാനായിട്ട്. നമ്മുടെ ടെക്നിക്കൽ സബ്ജക്ട്സിന്റെ തറവ് നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ LSTD വിങ്ങിനെ കുറിച്ചിട്ട്, LSTD വിങ്ങിന്റെ സ്ട്രക്ചർ എന്താണ്, അവർ ഏറ്റെടുത്ത് നടത്തുന്ന വർക്ക്സ് എന്തൊക്കെയാണ്, എക്സിക്യൂട്ട് ചെയ്യുന്ന വർക്ക്സ് ഏതൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ കറക്റ്റ് ആയിട്ടൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഐഡിയ ഉണ്ടായിട്ട് വേണം നമ്മൾ എന്തിനു വേണ്ടി പോകാനായിട്ട്, നമ്മുടെ ഇന്റർവ്യൂവിന് വേണ്ടി പോകാനായിട്ട്. സോ നമ്മുടെ എൻട്രി നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ ഇന്റർവ്യൂ ഗൈഡൻസ് ഒരുക്കുകയാണ്. അതായത് LSTD-AE എന്ന നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള അവസാനത്തെ സ്റ്റെപ്പിൽ നമ്മൾ നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. സോ LSTD-AE ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രീ ഇന്റർവ്യൂ ഗൈഡൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ സബ്ജക്ട്സ് ആസ് വെൽ ആസ് LSTD വിങ്ങിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഫോമുലേറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ലൈവ് സെഷനാണ് നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ ഗൈഡൻസ് ആയിട്ട് തരുന്നത്. സോ നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ ഗൈഡൻസ് സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കടമ നിങ്ങളോടൊപ്പം ഞങ്ങളും കൂടി ചേർന്ന് ഗൈഡ് ചെയ്യുന്നതാണ്. സോ ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ നിങ്ങൾ ഈ ഒരു ഫോം മറക്കാതെ ഫില്ല് ചെയ്യുക ആൻഡ് ഇന്റർവ്യൂവിന് പ്രോപ്പർലി പ്രിപ്പയർ ആയി സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. LSTD-AE ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ഉയർന്ന റാങ്ക് നേടിയാൽ മാത്രമാണ് ആദ്യത്തെ അഡ്വൈസിൽ നമുക്ക് ജോലി ലഭിക്കുക. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ഇന്റർവ്യൂ ഗൈഡൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി ഫോം ഫില്ല് ചെയ്യാൻ മറക്കണ്ട.